അപ്പോൾ മാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. അങ്ങനത്തെ ഒരു അടിപൊളി സ്പോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ നോക്കാം. കമോൺ. മംഗലാപുരത്തുകാരുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം 72 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു കടയാണ് നമ്മുടെ ഇന്ദ്രാഭവൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരുപാട് പേരാണ് രാവിലെ തന്നെ എത്തിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതാ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ ഇവിടുത്തെ പരിപ്പ് വടയും അതേപോലെ തന്നെ ഉഴുന്നുവടയാണ് ഓർഡർ ചെയ്തത്. രണ്ടിൻ്റെയും കൂടെ ചട്നിയും അതേപോലെ തന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. നല്ല മുരിഞ്ഞ പരിപ്പ് വടയും അതേപോലെ തന്നെ ഉഴുന്നുവടയായിരുന്നു. ആ ചട്നീൻ്റെ കൂടെ കൂടി കഴിക്കാനാണെങ്കിലും അടിപൊളിയായിരുന്നു. ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള തുപ്പദോശ. അതിൻ്റെ കൂടെ നല്ല സാമ്പാറും അതേപോലെ ചട്നിയുണ്ട്. ആ ദോശ ഇങ്ങനെ കീറിയെടുത്തിട്ട് ആ ചട്നിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കി. സംഗതി അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന സാമ്പാറുണ്ട്, ആ സാമ്പാറും കൂടെ കൂട്ടി കഴിച്ചു നോക്കി. ഇന്ദ്രാഭവനിൽ വരികയാണെങ്കിൽ ഈ ഒരു ദോശ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. നിങ്ങൾ ഉപ്പുമാവും അവിലും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാൽ ഒന്ന് കഴിച്ചു നോക്കണം. സംഗതി വേറൊരു ലെവൽ കോമ്പിനേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഉപ്പുമാവും ആ ഒരു അവിലും കൂടെ മിക്സ് ചെയ്ത് ആ അവിൽ അവർ ഓൺ മസാലയൊക്കെ ചേർത്തിട്ട് കുറച്ച് സ്പൈസി ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പൈസി ആയിട്ടുള്ള അവിലും ആ ഒരു ഉപ്പുമാവും കൂടെ കൂട്ടി കഴിക്കാനേ പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കഴിച്ചു നോക്കണം. ഇവിടുത്തെ ആൾക്കാരെ ഈ ഒരു ഐറ്റത്തിന് പറയുന്ന പേരെന്താണെന്നറിയോ? ഉപ്പിട്ടു അവിലാക്കി എന്നാണ്. സംഗതി ഒരു വെറൈറ്റി പേരല്ലേ. ആ ഒരു വെറൈറ്റി പേര് പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇത്ര ഐറ്റംസ് കഴിച്ചിട്ടും ഞങ്ങൾക്ക് ബില്ലായത് 187 രൂപയാണ്. അവസാനം ഇവിടുത്തെ നല്ല അടിപൊളി കോഫിയും കുടിച്ചിട്ടാണ് ഞങ്ങൾ നിർത്തിയത്. ഇതുപോലത്തെ വെറൈറ്റി ഫുഡ് സ്റ്റോറീസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.